ദോഷിയാമെന്നെയും നാദാ. കുഞ്ഞാട്ടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൽ. കുഞ്ഞാട്ടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൽ. സിയോൻ മലയിൽ സീമയേറ്റാനെന്നോ, സിയോൻ മലയിൽ സീമയേറ്റാനെന്നോ, എന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ, എന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ, തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ദൈവമടിനെയും ബലപ്പെടുത്തിയ അവിടുത്തെ കൃപയ്ക്കും കരുണയ്ക്കുമായ നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെയും ദൈവം നമുക്ക് സങ്കേതവും ബലമായി കോട്ടയായി കൂടിയിരുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ്, നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലനം, നമ്മുടെ ദൈവത്തിൻ്റെ കരുണയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പോഴുവാൻ. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്, ഞാനാകുന്നത് കൃപയാൽ. നമ്മൾ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. കൃത്യമായ യാത്രക്കാരുന്ന യോസേഫാശയും കുടുംബത്തെയൊക്കെയും കർത്താവിൻ്റെ കരങ്ങളിൽ വഹിച്ചല്ലോ. പലവിധമാകുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെയും ഉണ്ടാകാമായിരുന്ന ഇടങ്ങളിലൊക്കെയും നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നവയെല്ലാറ്റിലും യഹോവ അവനെ വിടുവിക്കുന്നു എന്നുള്ളതും, അത് മാത്രമല്ല, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ സമഭൂമിയാക്കും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വേർഡാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ സമഭൂമിയാക്കും. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെന്നേ. എന്നാൽ നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ സമഭൂമിയാക്കും. ആ ദൈവം നമ്മളോട് കൂടെ പോരുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയുള്ളപ്പോൾ ആ വചനം മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന് പിന്നെ നാളെയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. താങ്ക് യു ലോർഡ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടിയുണ്ട്. നമ്മൾ അറിയുന്നതിനുപരിയായിട്ട്, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ട്, നമ്മൾ കാണുന്നതിന് അപ്പുറത്തായിട്ട്, താങ്ക് യു ലോർഡ്, നമ്മോട് കൂടെ നമ്മളെ നടത്തുന്ന ദൈവം, നമ്മളുടെ നാളുകളെ അറിയുന്ന നമ്മുടെ ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മളെപ്പോഴും താങ്ക് യു ലോർഡ് തിരിച്ചറിയുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് പറയാം, എന്നോട് ഇടപെട്ടതായ ദൈവത്തിന്റെ വചനം, അതിന് വേണ്ടി ഞാൻ ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2-3 വാക്യങ്ങളുണ്ട്. പിന്നീട് ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മെയിനായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം. വിളക്ക് കൊളുത്തിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നത് ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോട് ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് നോക്കി നമ്മൾ ദൈവവചനത്തിൽ നിന്നൊക്കെ നമ്മൾ വളരെ പ്രാവശ്യമൊക്കെ നമ്മൾ ഗ്രഹിച്ചിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും ദൈവത്തിൻ്റെ അഭിഷേകന്മാരിൽ കൂടെയൊക്കെ നമ്മൾ ഗ്രഹിച്ചിട്ടുള്ളതായ കാര്യം തന്നെയാണ്. താങ്ക് യു ലോർഡ്. എന്നാൽ അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, എന്താണ് ഈ വിളക്ക്? ഒരു വിളക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്
വിളക്ക് കൊണ്ട് യേശു പറഞ്ഞ ഉദാഹരണം എനിക്ക് വളരെ സന്തോഷം ഉളവാക്കുന്ന, എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷവും മനസ്സ് വളരെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ, അല്ല യേശു പഠിപ്പിച്ചതായ കാര്യങ്ങൾ. നമ്മളെല്ലാം ദൈവവചനം എല്ലാം അപ്രകാരം തന്നെയാണ്, ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. പക്ഷേ എങ്കിലും അതിനകത്ത് ഒന്നുകൂടി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന യേശു പറഞ്ഞതായ ഉദാഹരണങ്ങൾ എനിക്ക് എത്ര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ അതിനകത്തൊക്കെ മർമ്മങ്ങൾ മറഞ്ഞു കിടക്കുന്നു എന്നുള്ള കാര്യം അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു അവിടെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് എൻ്റെ 18-ാം സൂക്ഷിച്ചുകൊള്ളു. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളി. ഈ ഉദാഹരണം പറഞ്ഞതിന് ശേഷം യേശു പറയാം നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാര്യം? ഈ വിളക്കിൻ്റെയും വിളക്ക് കത്തിച്ച് അത് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഒരു ലാമ്പ് എടുത്ത് ഒരു വിളക്ക് കത്തിച്ച് നമ്മൾ അത് ഉയർത്തി വെക്കണം, എന്നാൽ മാത്രമേ അത് വെട്ടം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ യേശു പറയുന്നു. എന്നിട്ട് പിന്നീട് അടുത്ത് പറയുന്നത് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ള കാര്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. ഏറ്റെടുക്കുക. നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, നമ്മൾ എങ്ങനെ അതിനെ ഈ യേശു പറഞ്ഞ ആ സിമ്പിൾ എക്സാമ്പിൾ, മാനുഷികമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ എങ്ങനെയാണ് അത് ഏറ്റെടുക്കുന്നത്? നമ്മൾ ജസ്റ്റ് ഒരു വിളക്കായിട്ടും ജസ്റ്റ് ഒരു വെളിച്ചമായിട്ടും ഒക്കെ ആണോ നമ്മൾ ഏറ്റെടുക്കുന്നത്? പലപ്പോഴും പലരും ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. ജസ്റ്റ് ഒരു വിളക്കായിട്ടും ജസ്റ്റ് ഒരു എന്താ പറഞ്ഞേ അല്ലെങ്കിൽ ഒരു വെളിച്ചമായിട്ടും ഒക്കെ നമ്മൾ അതിനെ അങ്ങ് കമ്പയർ ചെയ്ത് അവിടെ അങ്ങ് നിർത്തുക. പക്ഷേ അതിനകത്ത് നമ്മളൊരു പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കണം. യേശു പറഞ്ഞ ഉദാഹരണത്തിനകത്ത് അത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് നമ്മൾ അത് എങ്ങനെ ഏറ്റെടുക്കുന്നു അത് തന്നെയല്ല, അതിൻ്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആഴങ്ങളിലേക്ക് എന്താണ് ഈ യേശു പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വിളക്ക്, അല്ലെങ്കിൽ ഈ ദൈവവചനം, ഈ പറഞ്ഞിരിക്കുന്ന ദൈവവചനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളന്ന് ഇറങ്ങണം. തയ്ക്കില്ലോ. അതിനോട് തന്നെ നമുക്ക് ചേർത്ത് ഒരു വാക്യം കൂടെ വായിക്കാം. പിന്നീട് നമുക്ക് വായിക്കേണ്ട കാര്യമില്ലല്ലോ. തയ്ക്കില്ലോ. അത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം. അത് നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു മറിച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. തയ്ക്കില്ലോ. ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ആദ്യത്തെ പോർഷനിലേക്ക് നമ്മൾ ചിന്തിച്ചു എങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിളക്ക് എന്താണ്? ഈ വിളക്ക്, ഈ വിളക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിളക്ക്, നമ്മൾ സാധാരണ ഒരു വിളക്ക് എന്നൊക്കെ പറയും, നമ്മളെല്ലാവർക്കും വിളക്കൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു വിളക്കെന്നൊക്കെ പറയുമ്പോൾ ആ വിളക്ക് സ്വയമായിട്ട് പ്രകാശിക്കുവോ? ആ വിളക്ക് സ്വയമായിട്ട് പ്രകാശിക്കുവോ? വിളക്കെന്ന് നമ്മൾ എടുത്ത് പറയാം. എന്താ ഈ വിളക്കെന്ന് പറയുന്നത്? എന്താ വിളക്ക്? നമ്മളാ വിളക്ക്. പക്ഷെ ഈ വിളക്കിന്, നമ്മളാകുന്ന വിളക്കിന് സ്വയമായിട്ട് പ്രകാശിക്കാൻ ഒക്കുവോ? ദൈവവചനത്തിലേക്ക് നമ്മൾ പോകണം കേട്ടോ, മനസ്സിലാക്കണം. ദൈവവചനത്തിലേക്ക് നമ്മൾ നമ്മൾ അതിന് ആഴങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിത് കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ടാവുകയുള്ളൂ. വചനത്തിൽ കൂടെ സകലതും സാധിക്കും. വചനം എന്തായിരുന്നു? വചനം ദൈവമായിരുന്നു. വചനം ദൈവമാകട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനം എന്നൊക്കെ പറയുമ്പോൾ വാതിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ പുസ്തകം അങ്ങ് വായിച്ചു വിട്ടതിന് ശേഷം ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ്, ഇത് ദൈവമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് ശക്തിയുള്ളത്. അപ്പൊ ഈ ശക്തിയുള്ള ദൈവവചനം നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഏറ്റെടുത്തോണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാക്കുകയുള്ളൂ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു.
അപ്പോൾ വിളക്ക്, ഈ വിളക്ക് എന്ന് യേശു പറയുമ്പോൾ ഈ വിളക്ക് എന്താണ്? നമ്മളാണ് ഈ വിളക്ക്. ഈ വിളക്കിന് സ്വയമായിട്ട് പ്രകാശിക്കാൻ ഒക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അല്ലെങ്കിൽ എക്സാമ്പിൾ, നമ്മളിവിടെ അനേകം ഒത്തിരി ലൈറ്റൊക്കെ ഇവിടെയുണ്ട്. ഇപ്പൊ ഈ ലൈറ്റ് ഇവിടെ പ്രകാശിക്കുന്നതിന് മുമ്പായിട്ടും അതിന് നമ്മൾ എന്താ പറയുന്നത്? അല്ല, ലൈറ്റ് പ്രകാശിക്കുന്നതിന് മുമ്പായിട്ട് ആ ഡിവൈസിന് നമ്മൾ എന്താ പറയുന്നത്? ലൈറ്റ് അല്ലേ നമ്മൾ പറയുന്നത്? പ്രകാശിക്കുന്നതിന് മുമ്പായിട്ടും നമ്മൾ ഓക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്തോ എന്നല്ലേ പറയാറുള്ളത്. പക്ഷെ നിനക്ക് അതിന് പ്രകാശം ഉണ്ടോ? പവർ വരുന്നതിന് മുമ്പായിട്ട് അതിന് പ്രകാശമില്ല. എന്നാലും നമ്മൾ പറയുന്നത് ലൈറ്റ് എന്ന് പറയുക, ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് പവർ വന്നെങ്കിൽ മാത്രമേ അതിന് പ്രകാശം ഉണ്ടാവുകയുള്ളൂ. എന്നാലേ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ദൈവവചനം നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവചനം അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഏറ്റെടുക്കണം. ഒന്ന്, എങ്ങനെ ഈ പ്രകാശം അല്ലെങ്കിൽ ഈ ലാമ്പ് അല്ലെങ്കിൽ ഈ വിളക്ക് എങ്ങനെ കത്തും? വിളക്ക് കത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് എന്ത് വേണം? സാധാരണ ഒരു വിളക്ക് എടുത്തു കഴിയുമ്പം അതിനകത്ത് എണ്ണ വേണം. 10 കിലോ എണ്ണ വേണം. എണ്ണ ഇല്ലാതെ അത് പ്രകാശിക്കുമോ? എണ്ണ തന്നെ പോരാ, പിന്നെ എന്ത് വേണം? അതിന് തിരി വേണം. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീ വേണം, എണ്ണ വേണം, വിളക്ക് വേണം, എണ്ണ വേണം, തീ വേണം. ഈ 3 ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രകാശിക്കുകയുള്ളൂ. 10 കിലോ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിളക്കാണ്. വിളക്ക് സ്വയം പ്രകാശിക്കത്തില്ല. വിളക്ക് പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എണ്ണ വേണം, തീ വേണം. എന്താണ് അത് നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിളക്ക് പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് പരിശുദ്ധാത്മാവ് വേണം. അത് തന്നെയല്ല, ദൈവവചനവും വേണം. ദൈവവചനവും വേണം, പരിശുദ്ധാത്മാവും ഈ വിളക്കാകുന്ന നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിൽ പ്രകാശം ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമ്മൾ വിളക്കെന്നുള്ളൊരു പേര്, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? നമ്മുടേതായ രീതിയിൽ പറയുമ്പം വിശ്വാസി, ദാറ്റ്സ് റൈറ്റ് വേർഡ്, വിശ്വാസി എന്നൊരു പേര്, അല്ലെങ്കിൽ ദൈവമകന് ദൈവമകളെന്നുള്ളൊരു പേര്. ഈ പേരും കൊണ്ട് നമ്മൾ അവിടെ ഇരിക്കാം. പക്ഷെ എന്തുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഒരിക്കലും. നമ്മൾക്കാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ നമുക്കൊരു അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. നമ്മളെ കൊണ്ട് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിളക്ക് പോയി മാർക്കറ്റിൽ നിന്ന് പോയി മേടിച്ചു, ഒരു ലൈറ്റ് കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു, പവറില്ല. എത്ര നാൾ അവിടെ വെച്ചാലും പവർ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്കും പ്രകാശം തരത്തില്ല, അത് മറ്റുള്ളവർക്കും പ്രകാശം കൊടുക്കത്തില്ല. അത് ഇരുട്ടായിട്ട് തന്നെ വസിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. താങ്ക്യൂ. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒന്ന് മനസ്സിലാക്കണം. വിളക്കിന്റെ ഉദാഹരണങ്ങളൊക്കെ യേശുവോടെ പറഞ്ഞിരിക്കുക. എന്നിട്ട് തന്നെ പറയുന്നു, ഈ വിളക്ക് എവിടെ വെച്ച് കത്തിച്ചു. പിന്നെ അടുത്ത രണ്ടാമത് യേശു പറഞ്ഞ കാര്യം, ഇതെവിടെ വെക്കുന്നു? കട്ടിലിന്റെ കീഴിൽ അല്ലെങ്കിൽ പറ കൊണ്ട് മൂടി വെക്കുന്നു. പ്രയോജനം ഉണ്ടാവുമോ? കത്തിയിട്ടുണ്ട്, പ്രകാശമുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ പറ കൊണ്ട് മൂടി വെക്കുന്നു, അല്ലെങ്കിൽ കട്ടിലിന്റെ കീഴിൽ കൊണ്ട് മൂടി വെക്കുന്നു. മൂടി വെച്ച് കഴിഞ്ഞാൽ വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. എങ്കിലോ ഒരു ദൈവ പൈതലാണെന്നുണ്ടെങ്കിൽ അവനായിരിക്കേണ്ട ഇടത്ത് തന്നെ അവൻ വെക്കണം. ഈ പ്രകാശം നിന്നിൽ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ വെക്കണം? അത് തണ്ടിന്മേൽ തന്നെ വെക്കണം. ഈ തണ്ടിന്മേൽ വെച്ച് കഴിഞ്ഞാലുള്ളതായ ഗുണം എന്താ? അത് നമ്മൾക്കും മറ്റുള്ളവർക്കും അത് പ്രകാശം തരും. വെളിയിലുള്ളവർക്കും അത് പ്രകാശം കൊടുക്കും. അതുകൊണ്ട് അത് എവിടെ വെക്കണം? അത് തണ്ടിന്മേൽ വെക്കണം. എന്താണ് ഇത് തണ്ടിന്മേൽ വെക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അവിടെ പ്രകാശം വരുമ്പോഴത്തേക്ക് പിന്നെ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? അവിടെ പിന്നീട് മറഞ്ഞു കിടക്കുന്നത് ഒന്നുമില്ലെന്നേ.
ഈ പ്രകാശം വരുമ്പം മറഞ്ഞു കിടക്കുന്നത് എന്താ? ഈ മറഞ്ഞു കിടക്കുന്നത് എനിക്കില്ലോ നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഇത് അതായത് യേശു പറഞ്ഞ വേട് ഓർക്കണം. എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്താ ഈ മറഞ്ഞു കിടക്കുന്നത്? ഇത് ദൈവവചനമാകട്ടോ. ഇത് ദൈവവചനമാ. ജസ്റ്റ് വിളക്കൊന്നും അല്ലെന്നുണ്ടെങ്കിലും പറയുടെ കാര്യവും അല്ലെന്നുണ്ടെങ്കിൽ കട്ടിലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ദൈവവചനമാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കോണം. ഇത് എങ്ങനെയായിരിക്കണം? നിങ്ങൾ ഇത് എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ച്. ഇത് ദൈവവചനം. ഇത് ദൈവവചനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുകയും. അതിനുശേഷം പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഈ പ്രകാശം അല്ലെങ്കിൽ ഈ ലൈറ്റ് അല്ലെങ്കിൽ ഈ വിളക്ക് അവിടെ ഉയർത്തി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ മറഞ്ഞു കിടക്കുന്നത് ഒന്നുമില്ല. എന്താ മറഞ്ഞു കിടക്കുന്നത്? താങ്ക്യൂലോ. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ദൈവവചനന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒന്നും കാണത്തില്ലെന്നാണ്. ഈ ദൈവവചനമാകുന്ന പ്രകാശം നിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ മറഞ്ഞു കിടക്കുന്നത് ഒന്നും ഇല്ല എന്ന്. താങ്ക്യൂലോ. അതാണ് ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരാണെന്നുള്ള കാര്യവും നമ്മളാകുന്ന വിളക്ക് നമ്മൾ എവിടെ വെക്കണം എന്നുള്ള കാര്യവും നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകവും നമ്മളിൽ പകർന്നിരിക്കുന്ന ആ തീയും നമ്മൾ എവിടെ വെച്ച് കഴിഞ്ഞാൽ, ഈ തണ്ടിന്മേൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മറഞ്ഞു കിടക്കുന്നത് ഒന്നും ഉണ്ടാകത്തില്ല. താങ്ക്യൂലോ. പിന്നീടാണ് ദൈവത്തിന്റെ ആ കാഴ്ചപ്പാട് നമ്മൾ ഇപ്പം നമുക്കറിയാം. അല്ലെന്നുണ്ടെങ്കിൽ എത്ര പവർ ഉള്ളതായ ഒരു ലെൻസ് ഉപയോഗിച്ചാലും താങ്ക്യൂലോ, അവിടെ എല്ലാം എത്ര പവറുള്ള ലെൻസ് ആണെങ്കിലും അവിടെ എന്ത് വേണം? പ്രകാശം വേണം. പ്രകാശമില്ലാതെ ലെൻസ് പവർഫുൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ എത്ര സാമർഥ്യമുള്ളവനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. താങ്ക്യൂലോ. അവന് വേണം എന്ത്? വെളിച്ചം വേണം. ദൈവത്തിൽ നിന്നുള്ളതായ നോളജ് വേണം. ദൈവത്തിൽ നിന്നുള്ളതായ അഭിഷേകം വേണം. ഈ അഭിഷേകമുള്ളവന്, ഈ പവർ ഉള്ളവന്, ഈ കാഴ്ചപ്പാടുള്ളവന് താങ്ക്യൂ ലോർഡ്, ഹല്ലേലൂയ, അവന്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്നത് ഒന്നുമില്ല. താങ്ക്യൂ. അവനെല്ലാം സാധ്യമാണ്. താങ്ക്യൂ. അതുകൊണ്ടാണ് യേശു പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ഒന്ന് വിശ്വസിക്കണം. എന്റെ മുമ്പിൽ ഈ വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. താങ്ക്യൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെയും പറഞ്ഞിരിക്കുന്ന യേശു, നീ ഭൂമിയിൽ കെട്ടുന്നതിനെ സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതിനെ സ്വർഗത്തിലും അഴിയപ്പെടും. നിന്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന ഒന്നും ഉണ്ടാകത്തില്ലെന്ന്. ഈ വെളിച്ചം വരുമ്പോൾ, ഇത് ദൈവവചനമാ പറയുന്നത് കേട്ടോ, ഇത് എന്റെ വേടൊന്നും അല്ല. എന്ത് പറയുന്നു? ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഈ വെളിച്ചം നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ, ഈ ദൈവവചനമാകുന്ന വെളിച്ചം നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ ബുദ്ധിമുട്ടുകള്, നമ്മൾ അഭിമുഖീകരിക്കുന്നതായ പ്രയാസങ്ങള് എന്താണ്? ഇരുട്ടുള്ളപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇരുട്ടുള്ളപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ടും അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന പലതും കാണും. നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണും. ഒന്ന്, പലവിധമാവുന്ന പ്രശ്നങ്ങള്. താങ്ക്യൂ. ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു റൂമിനകത്ത് വെച്ചിരിക്കുന്ന ഒരു വെട്ടം കുറവാണെന്നുണ്ടെങ്കിൽ, ഒരു വെളിച്ചം നമുക്ക് ഇനഫ് വെളിച്ചം നമുക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതൊരു ബുദ്ധിമുട്ടാ. അവിടെ തട്ടുന്നു, ഇവിടെ തട്ടുന്നു, മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ദിവസവും പ്രശ്നങ്ങള്. എന്തുകൊണ്ട്? ഇനഫ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. കണ്ണ് പ്രകാശമുള്ളതൊക്കെയാ, പക്ഷെ എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിന് കല്ലവും കാണാൻ പറ്റുമോ? ദൈവവചനം വേണം. താങ്ക്യൂ. ദൈവവചനമാകുന്ന വിളക്ക് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ദൈവവചനത്തിലുണ്ട് ഈ ലൈറ്റ്. താങ്ക്യൂ. ഈ വിളക്കിനകത്തുണ്ട് നിനക്ക് പ്രകാശം തരുന്ന, അല്ലെങ്കിൽ നിനക്ക് കാഴ്ച തരുന്നത്. നാളെ നിന്റെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന, അല്ലെ ഇന്ന് നിന്റെ മുമ്പിൽ അഭിമുഖീകരിക്കുന്നതായ ആ തടസ്സങ്ങളെ കാണുവാനായിട്ട് താങ്ക്യൂ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, മനസ്സിലാക്കുക. നിനക്ക് പ്രകാശം ദൈവത്തിൽ നിന്നുള്ളതായ ആ പ്രകാശം നിന്റെ മേൽ പകരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ,
ഒരു കാര്യം മനസ്സിലാക്കുക, നിന്റെ തടസ്സങ്ങൾ അവിടെ നീങ്ങിപ്പോകും. നിന്റെ തടസ്സങ്ങളെ നിനക്ക് ഓവർകം ചെയ്യാനായിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് ലഭിക്കും. ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേൽ പകരും. ഹല്ലേലൂയ. എന്ത് മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, അല്ലെ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ സമഭൂമിയാക്കുമെന്ന്. എങ്ങനെ ദുർഘടങ്ങളെ സമഭൂമിയാക്കും? ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് തന്നു കഴിയുമ്പോൾ മുന്നിൽ കിടക്കുന്നതായ വിഘ്നങ്ങളെ, മുന്നിൽ കിടക്കുന്നതായ തടസ്സങ്ങളെ, അതിനെ കണ്ടിട്ട് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട്, അതിനെ ഒഴിവാക്കി പോകാനായിട്ട്, അല്ലെങ്കിൽ അതിനെ നീക്കിക്കളയുവാനായിട്ട് ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ പകരും. എങ്കിലോ അതുകൊണ്ട് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ എന്ത് വേണം? വിളക്ക് വേണം. അത് വിളക്ക് ഉയർത്തി തന്നെ പിടിക്കണം. ഒരിക്കലും അത് അല്ലെങ്കിൽ അത് പറയും കീഴ് അല്ലെങ്കിൽ മൂടിയിടാനായിട്ടോ അല്ലെങ്കിൽ കട്ടിലിന്റെ കീഴെ വെക്കാനായിട്ട് പാടില്ല. അത് നമുക്ക് മാത്രമാണോ അത് ഉതകുന്നത്? എങ്കിലോ അത് മറ്റുള്ളവർക്കും അത് ഉതകുമോ? ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കണം ഒരു ദൈവത്തിന്റെ പൈതന്റെ ജീവിതത്തിൽ. യേശു പറഞ്ഞിരിക്കുന്ന ഉദാഹരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് സൂക്ഷിച്ചു കൊള്ളുവീൻ. താങ്ക് യു ലോ. ഇനി ആ പ്രകാശത്തെ കുറിച്ച് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശം വേണോ? ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? യേശു പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ വിളക്കെടുത്ത് നീ ഒന്ന് ഉയർത്തി വെക്കണം. നിന്റെ വിളക്ക് നീ താത്തു വെച്ചാ പോരാ. നിന്നിൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകം, അല്ലെ നിന്നിൽ പകർന്നിരിക്കുന്ന ആ തീയെ നീ അതൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ നിന്റെ ദൈനംദിന ജീവിതത്തിൽ മുന്നിൽ കിടക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനായിട്ട്, ശത്രു പല രീതിയിൽ പലതും നിന്നെ വീഴിച്ച് കളയാനായിട്ട് പ്ലാൻ ചെയ്ത് പലതും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാണുവാനായിട്ട് ഈ പ്രകാശം നമ്മളിലേക്ക് പകരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിന് കാഴ്ച ലഭിക്കണം എന്നുണ്ടെങ്കിൽ ദൈവവചനം വേണം. താങ്ക്യൂ. ഈ ദൈവവചനത്തിൽ കൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിടുതല ഉണ്ടാകുകയുള്ളൂ. വചനം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ സമഭൂമിയാക്കി. ആര് പറഞ്ഞു? ഈ വചനം. താങ്ക്യൂ. ഈ വചനമാണ് നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്ക് ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്നത്. വെരി സിമ്പിൾ. താങ്ക്യൂ. ഈ വചനമാണ്, ഈ ദൈവവചനം ദൈവമാണ്. താങ്ക്യൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുക. അതുകൊണ്ട് ഈ ദൈവവചനം ഒരിക്കലും നമ്മളെ താഴ്ത്തി വെക്കരുതെന്നേ. അത് ഉയർന്നു തന്നെ നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്നും അത് ഒരു ഇരുട്ടിന്റെ അവസ്ഥയിലാകും. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഇതൊന്നും തിരിച്ചറിയാനായിട്ട് ഒക്കത്തില്ല. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അതിനെ എല്ലാ ദിവസവും പ്രശ്നങ്ങൾ, എല്ലാ ദിവസവും പ്രതികൂലങ്ങൾ, എല്ലാ ദിവസവും കഷ്ടത, ഇങ്ങനെയുള്ളതായ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധികളെ നമ്മൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിച്ചം വേണം. വിളക്ക് ഉയർത്തി വെക്കണം. താങ്ക്യൂ. അത് ഒരിക്കലും താഴ്ത്തി വെക്കരുത്. അത് ഒരിക്കലും അത് പറയും കീഴ് വെക്കരുത്. ഒരിക്കലും കട്ടലിന്റെ കീഴ് വെക്കരുത്. നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം, ഇത് ഒരു വെളിയിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണോ യേശു പറയുന്നത്? അല്ല. ഇത് തീർച്ചയായിട്ടും ഒരു ദൈവ പൈതലിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവ പൈതൽ എങ്ങനെയുള്ളവനായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് ഇത് ഗ്രഹിക്കേണ്ടത്. താങ്ക്യൂ. ദൈവം വളരെ ക്ലിയർ ആയിട്ട് ദൈവവചനത്തിൽ കൂടിയാണ് ഒരു ദൈവവചന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കുക. അടുത്ത ഒരു ഉദാഹരണം കൂടെ യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ, ബാക്കി ഒന്നുകൂടെ ഒന്ന് വായിക്കാം. താങ്ക്യൂ. ഒരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ, താങ്ക്യൂ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. താങ്ക്യൂ. ഹല്ലേലൂയ. സ്വർഗരാജ്യം ഇതിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഭാഗം കൂടിയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ദൈവം തന്നത്. താങ്ക്യൂ. ഒരു മനുഷ്യൻ എന്താണ് ആ മനുഷ്യൻ? അപ്പൊ ആ മനുഷ്യൻ ആ വയല് ഇദ്ദേഹത്തിന്റെ വയലാണോ? ഇദ്ദേഹത്തിന്റെ വയലായിരുന്നോ? ഇദ്ദേഹത്തിന്റെ വയലല്ല. ആ ഒരു മനുഷ്യൻ, ഞാനിങ്ങനെ വിചാരിക്കുന്നു, ഒരു മനുഷ്യൻ യാത്ര പോവുക. അദ്ദേഹം ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് എങ്ങനെ അവിടെ ആ അനേകർ പോകുന്ന ആ ഇടങ്ങളിൽ ഈ വയൽ ഇദ്ദേഹത്തിൻ്റെതല്ല, എങ്കിലും അദ്ദേഹം ഈ വയലിൽ കൂടെ ഈ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് കാണുന്നു.
ഈ മനുഷ്യൻ ഒന്ന് കാണുന്നു. എന്ത് കാണുന്നു? അനേകര് താങ്കിലോ കടന്നു പോകുന്ന വഴിയിൽ കൂടെയാണ് അദ്ദേഹവും പോകുന്നുവെങ്കിലും താങ്കിലോ ഈ മനുഷ്യൻ എന്ത് കാണുന്നു? ഈ നിധിയുള്ളതായ ഈ വയലൊന്ന് കാണുന്നു. താങ്കിലോ എങ്ങനെ കാണണം? എങ്ങനെ നമുക്ക് കാഴ്ച വേണം? അവിടെയും കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ളതായ നോളജ് വേണം, ദൈവത്തിൽ നിന്നുള്ളതായ അറിവ് വേണം നമുക്ക്. താങ്കിലോ ആ നോളജ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിധിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു വയൽ കണ്ടു. ആ വയല് അദ്ദേഹം തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് ഈ വയൽ വാങ്ങുന്നു. അപ്പം എന്തുകൊണ്ട് ആ മനുഷ്യൻ ആ വയൽ വാങ്ങുന്നു? ഈ നിധി. ആ നിധി എന്താണ്? ആ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിധി അല്ലെങ്കിൽ ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഹിഡൻ എന്താ പറയുന്നത് ട്രഷേഴ്സ്, ആ ട്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നിധി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലെവല് മാറും. ദൈവവചനത്തിൽ നിന്നുള്ളതായ നോളജ് ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നോളജ് കിട്ടണം? ഈ നിധി കിട്ടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഈ ട്രഷേഴ്സ് കിട്ടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? അനേകർക്ക് കാണാൻ പാടില്ലാത്തത്, അനേകർക്ക് കാണാൻ പറ്റുകയില്ലാത്തത്. താങ്ക് യു ജീസസ്. ശ്രദ്ധിക്കുക, അനേകർക്ക് കാണാൻ പറ്റുകയില്ലാത്തത് നിന്റെ ജീവിതത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? താങ്ക് യു. നിനക്ക് ദൈവം തരുന്ന ഒരു നോളജ്, ദൈവം തരുന്ന ഐഡിയ. താങ്ക് യു. എങ്ങനെ അനേകരും ജസ്റ്റ് ഒന്ന് ആ ഒരു വേർഡിൽ കൂടി ഒന്ന് നിന്നേ. താങ്ക് യു. അനേകര് പോകുന്ന ഒരു വഴിയിൽ കൂടെ ഈ മനുഷ്യനും പോകുമ്പോൾ പക്ഷെ അനേകർക്ക് കാണാൻ പറ്റുകയില്ലാത്തത് ഈ മനുഷ്യന് കാണാൻ പറ്റിയത് എന്താണ്? അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേകത. എങ്കിലോ ദൈവം കൊടുക്കുന്ന നോളജ്. എങ്കിലോ ദൈവം കൊടുക്കുന്ന നോളജ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ദൈവം തരുന്ന അല്ലെ ദൈവവചനത്തിൽ കൂടിയുള്ളതായ ആ നോളജ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അനേകർക്ക് കാണാൻ പറ്റുകയില്ലാത്തത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത് തെളിയും. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത് തെളിഞ്ഞാൽ എന്തായി തീരും? ഈ ട്രഷേഴ്സ് നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി തീരും? എങ്കിലോ ഹല്ലേലൂയ, നിന്റെ അവസ്ഥ മാറും. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് അവസ്ഥയിൽ കൂടിയാണോ നീ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ടു മൗത്ത് എന്നുള്ള രീതിയിലാണോ നീ പോകുന്നത്, താങ്ക് യു. ഈ ട്രഷേഴ്സ് നിന്റെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ മാറുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ എപ്പോഴും മനസ്സിലാക്കുക. താങ്ക് യു. എന്ത് വേണം നമുക്ക്? ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്നുള്ളതായ നോളജ് വേണം. താങ്ക് യു. ദൈവവചനത്തിലുള്ളതായ ആ നോളജ് വീണ്ടും ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ രാജ്യത്തിൻ്റെതായ അല്ലെങ്കിൽ ഉയർച്ചയുടേതായ പിന്നിലൊക്കെ എന്താണ് ദൈവം ഇവിടെ ഇത്രമാത്രം ഒരു സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു രാജ്യമായി തീരാനുമായിട്ട് എന്താണ് കാര്യം? താങ്ക് യു. എന്താണ് കാര്യം? താങ്ക് യു. ഒരേ ഒരു കാര്യം മാത്രം. ശലോമോൻ എന്താഗ്രഹം ദൈവത്തോട് ചോദിച്ചത്? നോളജ്. ദൈവത്തോട് ചോദിച്ചു ഒരേ ഒരു കാര്യം, എനിക്ക് വിസ്ഡം അല്ലെങ്കിൽ നോളജ് വേണം. എനിക്ക് വിസ്ഡം. താങ്ക് യു. അതാണ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത്. താങ്ക് യു. അനേകർക്കില്ലാത്തതായ ആ വിസ്ഡം അല്ലെങ്കിൽ ഈ രാജ്യത്തെ നമ്മൾ ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തല്ലോ. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി? താങ്ക് യു. വിസ്ഡം, നോളജ് കൊടുത്തു. താങ്ക് യു. ഹല്ലേലൂയ. താങ്ക് യു. ആ നോളജ് മനുഷ്യന് ദൈവം ഈ നാട്ടിലുള്ള ആ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെക്കാട്ടിലെല്ലാം ഉപരിയായിട്ട് ദൈവം ഈ രാജ്യത്തെ ഉയർത്തി. വിസ്ഡം ഫ്രം ദ ഗാഡ്, നോളജ് ഫ്രം ദ ഗാഡ്. അത് മനുഷ്യനിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൽ നിന്നുള്ളതാണ്. ഒരു ദൈവവചന ജീവിതത്തിൽ അതാണ് നമ്മളിപ്പോൾ ഈ ഉദാഹരണത്തിൽ കൂടിയൊക്കെ നമ്മൾ അല്ലെങ്കിൽ യേശു പറഞ്ഞ ഉദാഹരണത്തിൽ കൂടെ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ പോയി കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് ഗ്രഹിച്ചു സൂക്ഷിച്ചു കൊള്ളുകയും നമ്മൾക്ക് വേണം. ശലോമോൻ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, എനിക്ക് വേണം. എന്ത് വേണം? വിസ്ഡം.
നോളജ് വേണം. അവന് പിന്നെ വല്ലത്തിനും കുറവുണ്ടായിരുന്നോ? താങ്ക്യല്ലോ. മാനുഷ്യമായ രീതിയിൽ ഹല്ലേലൂയ അവൻ്റെ സമയത്ത് ഒരു യുദ്ധം പോലും ഇല്ല. വളരെ ക്വയറ്റായിരുന്നു. അവൻ്റെ ശത്രുക്കളെല്ലാം വളരെ പക്വതയോടുകൂടി അവൻ ഹാൻഡിൽ ചെയ്തു. താങ്ക്യല്ലോ. സമ്പത്തും സമൃദ്ധിയും എല്ലാം അവന് ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? അവൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം, വിസ്ഡം, നോളജ്, ദൈവത്തിൽ നിന്നതായ നോളജ്, ദൈവവചനത്തിൽ നിന്നതായ നോളജ് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ പ്രകാശം നമ്മൾ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ, താങ്ക് യു ലോർഡ്, അത് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കും. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് ഈ പ്രകാശം നമ്മളിലേക്ക് പ്രകാശിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം എങ്ങനെ വേണം? ഈ വിളക്ക് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ദൈവം നമുക്ക് അപ്രകാരം കിട്ടുന്നതായ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ഒക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, താങ്ക് യു ലോർഡ്, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അബ്രഹാമിനോടൊക്കെ ദൈവം പ്രോമിസ് ചെയ്യുന്നു. അതിന് ആണ് നമുക്ക് ആശയ്ക്ക് വിരോധമായിട്ട് ആശയാൽ അബ്രഹാം വിശ്വസിച്ചു. നമ്മൾ മുന്നോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്ക് ആശയ്ക്ക് വഴിയൊന്നുമില്ല. എങ്കിലോ എന്നാലും ദൈവത്തിൽ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അതാണ് നിങ്ങൾ, വീണ്ടും ഞാൻ പറയുക, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് സൂക്ഷിച്ചു കൊള്ളുവീൻ. അബ്രഹാം വിശ്വസിച്ചു. ആരിൽ വിശ്വസിച്ചു? ദൈവത്തിൽ വിശ്വസിച്ചു. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദൈവവചനത്തിൽ വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചു. അത് അവൻ്റെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് തീർന്നു. വീണ്ടും നമുക്ക് വേറൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കാര്യം കൂടെ പറഞ്ഞു. ഒരു കാര്യം, മോശയുടെ മുന്നിൽ ചെങ്കടൽ നിൽക്കുന്നു. അബ്രഹാമിന് ആ മോശയോട് ദൈവം പറഞ്ഞത്, മോശ എന്ത് ചെയ്തു? മോശ ദൈവം പറഞ്ഞത് കേട്ട് മോശ വിശ്വസിച്ചു. താങ്ക്യല്ലോ. അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ആ വിശ്വസിച്ചതായ ആ ദൈവത്തിൻ്റെ വചനപ്രകാരം അവൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ കാണാത്തത്, ഒരിക്കലും ലോകത്തിൽ നടക്കാത്ത കാര്യം അവൻ്റെ മുമ്പിൽ ആ ചെങ്കടൽ രണ്ടാകും. എന്തുകൊണ്ട് രണ്ടാകും? ഹല്ലേലൂയ, വിശ്വസിച്ചത് കൊണ്ട്. മോശ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ ആ വടിയെടുത്ത് ചൂണ്ടി അതിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. ഈ വെളിച്ചം അവനിൽ കൂടെ വ്യാപരിച്ചു കഴിയുമ്പോൾ അവിടെ അസാധ്യമായത് അസാധ്യമാകും. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോശുവയുടെ മുമ്പിൽ അതുപോലെ തന്നെ നടക്കുകയാണ്. താങ്ക്യൂ. ജെറിക്കോ കോട്ട വളരെ വലുപ്പമുള്ളതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞതനുസരിച്ച് ഈ ജോഷുവയും ഇസ്രായേൽ മക്കളും ഈ ജെറിക്കോ കോട്ടയ്ക്കുള്ളിൽ ഒന്ന് റൗണ്ട് ചെയ്യുക. താങ്ക്യൂ. അന്ന് വരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ? കുറച്ച് ആൾക്കാർ ഒരു കോട്ടയ്ക്ക് മുമ്പിൽ നടന്നു കഴിഞ്ഞാൽ ആ കോട്ട ഇടിഞ്ഞു പോകുമെന്നുള്ള കാര്യമല്ലോ അന്ന് വരെ മനുഷ്യന്റെ ഹിസ്റ്ററിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കുവാണ്. താങ്ക്യൂ ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കുക. എന്ത്? ജോഷുവ, അവിടെയും ജോഷുവയും വിശ്വസിക്കുന്നു, മോശ വിശ്വസിക്കുന്നു, അബ്രഹാം വിശ്വസിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു? മാനുഷികമായ രീതിയിലല്ല അവർ ചിന്തിക്കുന്നത്. ദൈവവചനം, ദൈവം പറയുന്നത് കേട്ട് അവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഈ ജെറിക്കോ കോട്ട ജോഷുവയുടെ മുമ്പിലും താഴ്ന്നു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം. മാനുഷികമായ രീതിയിൽ നമ്മളും ആ ഒരു ലെവലിലേക്കൊക്കെ ചിന്തിക്കണം. മാനുഷികമായ രീതിയിൽ ചിന്തിച്ചിട്ട് മനുഷ്യൻ പറയുന്ന പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ ഒരു ജെറിക്കോ കോട്ട ഇടിയത്തില്ല. നിന്റെ മുമ്പിൽ ഒരു ചെങ്കടലും വീഴത്തില്ല. നിന്റെ മുമ്പിൽ അസാധ്യമെന്ന് അല്ലെങ്കിൽ സാറ പറഞ്ഞിരിക്കുന്ന പോലെ അബ്രഹാമും അത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആശയ്ക്ക് വിരോധമായിട്ട് അബ്രഹാം ആശയാൽ വിശ്വസിച്ചു. ആരിൽ വിശ്വസിച്ചു? ദൈവത്തിൽ വിശ്വസിക്കുക. ഒരു ദൈവത്തിൽ എപ്പോഴും വിശ്വസിക്കുക. ആരിൽ വിശ്വസിക്കുക? ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവവചനത്തിൽ വിശ്വസിക്കുക. ദൈവവചനത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അതുപോലെ തന്നെ മോശയുടെ മുമ്പിൽ എപ്രകാരം ചെങ്കടൽ, നമ്മളുടെ മുമ്പിൽ അഭിമുഖിക്കുന്ന ആ ചെങ്കടൽ എപ്രകാരം ഈ രണ്ടായിട്ട് മാറുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖിക്കുന്ന ആ വിഷയങ്ങൾ, ഹല്ലേലൂയ, മനുഷ്യരാൽ അസാധ്യമായെന്ന് നമ്മൾ കരുതുന്നതായ വിഷയങ്ങളുടെ മുഖത്ത്, ഹല്ലേലൂയ, താങ്ക്യൂ. ഈ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ സകലതും സാധ്യമാണ്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. ജെറിക്കോ കോട്ട ജോഷുവയുടെ മുമ്പിൽ
തകർന്നതുപോലെ വിശ്വസിക്കുക. എങ്ങനെ മനുഷ്യന്റെ മുഖത്തിലേക്കല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ നോക്കുന്ന അബ്രഹാമിന്റെ ദൈവത്തിന്റെ മുഖത്തേക്കാണ്, ആ യോശുവയുടെ ദൈവത്തിന്റെ മുഖത്തേക്കാണ്, ആ മോശയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ, അത്ഭുതങ്ങൾ നടന്നിരിക്കും, വിടുതൽ നടന്നിരിക്കും. സർവശക്തനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സകലത്തിന്റെയും അധികാരിയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മളിവിടെ കേൾക്കുന്നു, ദൈവവചനം കേൾക്കുന്നു. പക്ഷെ യേശു പറഞ്ഞത് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുക, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വിടുതൽ വേണോ? കേട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. വിളക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തില്ല നീ കത്താതെ. ഹല്ലേലൂയ. നീ കത്തിയിട്ട് മാത്രം കാര്യം നടക്കുവോ? ഇല്ല. നീ അതിനെ ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ ദൈവവചനത്തെ നീ ഉയർത്തിപ്പിടിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കൂടി എനിക്ക് സാധിക്കും. എന്റെ പക്കൽ എനിക്ക് വിളക്കുണ്ട്, അതുകൊണ്ട് ഇരുൾ എന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോന്ന് നീ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ താങ്കിലോ ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറയുന്നു ഹല്ലേലൂയ. അവിടെ യേശു പറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയട്ടെ ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് ഗ്രഹിച്ചു കൊള്ളുവീൻ, സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഹല്ലേലൂയ. ഈ വിളക്ക് നമ്മൾ ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രശ്നങ്ങളെയും ഏത് ഇരുട്ടിലും നമുക്കറിയാം, വ്യക്തമായിട്ടറിയാം. ഏത് കൂരിരുട്ടായിരുന്നാലും ഒരു ചെറിയൊരു മെഴുകുതിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിട്ട് ആ വിളക്ക് നമ്മളെ ഗൈഡ് ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഏത് ശത്രുവായിരുന്നാലും, ഏത് ജന്തുക്കളായിരുന്നാലും, ഏത് കൊത്താൻ കിടക്കുന്ന ഏത് മൂർഖനായിരുന്നാലും ഹല്ലേലൂയ അതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ എങ്ങനെ സാധിക്കും? നമ്മുടെ കണ്ണിന് എന്ത് വേണം? ഹല്ലേലൂയ ഈ വെളിച്ചം വേണം. ദൈവവചനമാകുന്ന വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് ശത്രുവിനെയും നിനക്ക് തിരിച്ചറിയാൻ പറ്റും. ഏത് പത്തി ഉയർത്തി നിൽക്കുന്ന ഏത് കോബ്രായെയും ഹല്ലേലൂയ ഏത് മൂർഖനെയും ഹല്ലേലൂയ നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. വെളിച്ചം വേണം. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ അഭിഷേകത്തിന്റെ ശക്തി, ഹല്ലേലൂയ ആ തീയുടെ ശക്തി, ഹല്ലേലൂയ വിളക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിളക്ക് ഉയർത്തിപ്പിടിക്കുക, അതിനെ കത്തിച്ച് ദൈവവചനമാകുന്ന തീയിൽ കൂടെ ഹല്ലേലൂയ അഭിഷേകത്തിൽ കൂടെ ഹല്ലേലൂയ നമ്മളെ കത്തിച്ച് നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ജയം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. താങ്ക് യു. അതുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. യേശു പറഞ്ഞ ആ വീട് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. താങ്ക് യു. അതിന്റെ താഴെ ഒരു വാക്യം കൊണ്ടെന്ന് വായിക്കാം. താങ്ക് യു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ടെന്ന് തോന്നുന്നതും കൂടി എടുത്തു കളയും. അതിന് മുമ്പിലത്തെ വാക്യം സോറി. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോട്. അതിന്റെ മുമ്പിലത്തെ വാക്യമാണെന്ന് തോന്നുന്നു. വിളക്ക് കത്തിച്ച് പറയുകയില്ലല്ലോ തണ്ടുമില്ലാത്ത വയ്ക്കുന്നു, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ അതല്ല നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, കളഞ്ഞു ചേട്ടുവാനല്ലാതെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. തൈക്കിലോ ഏതായിരുന്നു പോർഷൻ? നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയുകയില്ലല്ലോ തന്മില്ലാത്ര വയ്ക്കുന്നത്. അപ്പം മലമേൽ ഇരിക്കുന്ന പട്ടണം തൈക്കിലോ അത് ഒരിക്കലും ഹല്ലേലൂയ അത് മറഞ്ഞിരിക്കാൻ പാടില്ല. മലമേലിരിക്കുന്ന പട്ടണം പോലെ നമ്മൾ ഉയർന്നിരിക്കണം. ഒരു ദൈവവൈദ്യൽ എപ്പോഴും ആ ലെവലിലായിരിക്കണം എന്നാണ് യേശു പറയുന്നത്. ഒരു ദൈവവൈദ്യൽ എപ്പോഴും ആ ലെവലിൽ, ആ മലമേലിരിക്കുന്ന പട്ടണം പോലെ മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ തിരിച്ചറിയണം. അബ്രഹാമിനെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞില്ലേ? രാജാക്കന്മാർ തിരിച്ചറിഞ്ഞില്ലേ? അല്ലെ കൽദയരുടെ ദേശമായ ഊരിൽ നിന്ന് അബ്രഹാം യാത്ര തിരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ കാണുവാൻ, അവനെ ശ്രദ്ധിക്കുവാൻ ആരുമില്ലായിരുന്നു. എന്നാൽ അബ്രഹാം അവന് ആ ദൈവം ഉയർത്തി കഴിഞ്ഞപ്പോൾ ആ മലമേലിരിക്കുന്ന പട്ടണം പോലെ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ദൈവവൈദ്യനെ കുറിച്ചും ദൈവം അപ്രകാരം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. താങ്ക് യു. നമ്മൾ വിളക്കായിരിക്കണം. വിളക്ക് അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനമുള്ളവരായി മറ്റുള്ളവർ നമ്മളിൽ കൂടി ആ വെളിച്ചം തിരിച്ചറിയണം. ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് പകരുമ്പോൾ അത് അഭിഷേകമായി വിടുതലായിട്ട് മാറും, അത് അത്ഭുതമായിട്ട് മാറും. ഹല്ലേലൂയ. താങ്ക് യു. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.